ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയി ഫിഷ് വാങ്ങിച്ച്. അപ്പം ആ ഒരു ഫിഷ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഫിഷ് മാർക്കറ്റിൻ്റെ വീഡിയോ കാണാത്തവരെന്തായാലും കാണണം, കാരണം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതേപോലെ ഇതെൻ്റെ രണ്ടാമത്തെ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ചെയ്തത് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അത് കാണാത്തവരും എന്തായാലും കാണണം, അതിൻ്റെയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഫിഷാണ് വാങ്ങിച്ചത്. അപ്പോൾ മത്തി വാങ്ങിച്ചിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും മത്തി ലവറാണ്. മത്തി കൊണ്ട് ഫിഷ് മാംഗോ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മത്തി ഓൾറെഡി നമ്മളവിടെ നിന്ന് വാങ്ങിച്ചതിന് 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഫുള്ള് കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കുറച്ച് മത്തി നമ്മൾ ഫിഷ് മാംഗോ കറി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്രോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ തല കട്ട് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോൺസ് കൊണ്ട് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഫ്രൈ ചെയ്യാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് മാന്തയില്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, അതിൻ്റെ ഒരു വർഗത്തിൽ തന്നെ പെട്ടത് 1000 പല്ലി മാന്ത എന്നുള്ളൊരു ഫിഷാണ്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം മാന്ത നോർമലി നമ്മൾ സ്കിന്ന് കളയല്ലോ മാന്ത, അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ സ്കിന്ന് ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരുപാട് ഫിഷ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് മാത്രമാണ് ഇന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഇവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫിഷ് മാംഗോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തക്കാളി വേണം, പിന്നെ ഇഞ്ചി, മാംഗോ, പിന്നെ നമ്മൾ കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫിഷ് മാംഗോ കറി ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ റോസ്റ്റിന് നമ്മൾ കുറച്ച് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, കുറച്ച് തക്കാളിയും വേണം, കറിവേപ്പിലയും വേണം. അപ്പോൾ ഇത്രയും സാധനം മതി നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി പൊടികളാണ്. ആദ്യം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചെമ്മീൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു സിമ്പിൾ മാരിനേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇനി നമ്മളിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. കുറച്ച് ലെമൺ ജ്യൂസും കൂടി നമ്മൾ സ്ക്വീസ് ചെയ്യാണ്. ഇതൊരു 10-20 മിനിറ്റ്സ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 1000 പല്ലി മാന്ത ഇതുവരെ ഞാൻ ഉണ്ടാക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ സംഭവങ്ങൾ അറിയില്ല. പിന്നെ ഇത് നമ്മൾ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു, കാരണം ഓൾറെഡി ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തതാണ്. അപ്പം ഉള്ളിലേക്ക് മസാലയൊക്കെ കയറുന്നതുകൊണ്ട് നമുക്കധികം വരേണ്ട ആവശ്യമില്ല. ഇതിന് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും, അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചട്ടിയിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില മുറിച്ചതും കൂടിയിട്ട് ഇതിൽ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ഫിഷ് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് തേങ്ങയും കുറച്ച് മഞ്ഞളും ഇട്ടിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഇത് ഒരു തലശ്ശേരി, ഒരു കണ്ണൂർ സ്റ്റൈല് മീൻകറിയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫിഷ് മാംഗോ കറി ആയിട്ട് ഈ ഒരു പാകത്തിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്, അരച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു പാകത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തക്കാളി ഇതിലേക്ക് ഇടാം.
ഞാൻ നോർമലി ഇങ്ങനെ ആദ്യം അരിഞ്ഞു വെക്കൊന്നുമില്ലേ, എല്ലാം പെട്ടെന്ന് അന്നേരം അരിഞ്ഞു വെക്കാറാണ് പതിവ്. അപ്പോൾ കുറച്ച് മാംഗോ, പിന്നെ കറിവേപ്പില, ഇഞ്ചി, പിന്നെ പച്ചമുളക് ഒരു 4 ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഓൾറെഡി കുറച്ച് പുളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് പുളി ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ ടേസ്റ്റ് ചെയ്തിട്ട് പുളിയുള്ള പോലെ തോന്നുന്നത്. എന്നാലും ഞാൻ കുറച്ച് പുളി ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഇത്തിരി കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ട് ഈ ഒരു സംഭവം നന്നായിട്ട് ഈ തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടണം. മാങ്ങ അധികം ഉടക്കേണ്ട ആവശ്യമില്ല, പക്ഷെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞെടുക്കാം. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വേണ്ടോ? ഇപ്പം നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സറിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിൽ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതാ, ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. കറീൻ്റെ കൂട്ട് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടണം. ഈ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ്, കണ്ടോ? ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ സ്റ്റൈൽ ഒരു കറിയാണ്. അമ്മ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടൈപ്പ് കറിയാണ്. പക്ഷേ അതിൻ്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷെ എന്നാലും ഏകദേശം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിൽ കറിയാണ്. ഓക്കെ, ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീൻ റോസ്റ്റിനുള്ള ചെമ്മീൻ റെഡിയാക്കി എടുക്കുകയാണ്. അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് അത് റോസ്റ്റാക്കി എടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് പാന് ചൂടാക്കാം. പാന് ഇതുപോലെ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ എല്ലാത്തിലും വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫിഷ് ഓൾറെഡി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇടിക്കലിലേക്ക് കുറച്ചധികം ജീരകം, പിന്നെ ഇത്ര വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ചതച്ചെടുക്കണം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്. കൂടുതൽ വെച്ചെടുക്കാൻ പാടില്ല, നമ്മളെ കഷ്ണമൊക്കെ ഉടഞ്ഞു പോകും. ഇതൊന്നും ഇതേപോലെ രണ്ട് ഭാഗം അത്യാവശ്യം നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാനിലാണ് നമ്മളിനി ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില, പിന്നെ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി. ഇത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്.
ഉള്ളിയും പിന്നെ നേരത്തെ മുറിച്ച് വെച്ച ആ ഒരു പച്ചമുളകും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഏകദേശം റെഡിയായി വരുന്നുണ്ട്, കാരണം നല്ല തിള വന്നിട്ടുണ്ട്. ഉപ്പും മുളകും ഒക്കെ ഉണ്ടോ നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എങ്ങനാ ഒരു ഫൈനൽ ടച്ചിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പില. ഞാൻ ഇത് ഓഫ് ചെയ്യണം, തീ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. നമ്മുടെ ഫിഷ് മാംഗോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ ഒന്ന് മൂടി വെക്കാം. ഇത് ഓൾറെഡി നന്നായിട്ട്, അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് നല്ലോണം കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ വാഴണമെന്നൊന്നുമില്ല. കുറച്ച് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്, ഗരം മസാല ഇട്ട് ആ ഒരു പച്ചമണം മാറി വരണം. ഇനി ഇതിലേക്ക് നമ്മൾ പ്രോൺസ് ഇടാൻ പോവാണ്. കുറച്ച് കുരുമുളക് ഇട്ടാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ഇളക്കാം. കുറച്ച് വെള്ളം ഇതിൽ ഒഴിക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാലയൊക്കെ എല്ലാത്തിലും, ഇതിലുള്ള മസാലയും പ്രോൺസിലുള്ള മസാലയും ഒക്കെ എല്ലാം നന്നായിട്ട് മിക്സായി വരണം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം. അപ്പോഴാണ് ആ ഒരു റോസ്റ്റിൻ്റെ ടേസ്റ്റ് വരിക. ഫിഷ് ആക്കാൻ പോവാണ്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആക്കി കൊടുക്കാം. ഒരു ഫിഷിനെ നമ്മൾ പാനിലേക്ക് ഞാൻ 2-3 പ്രാവശ്യം ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. മീൻ റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ ടച്ച് എന്ന് പറയാൻ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ സംഭവം സെറ്റാവും. കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ. തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളെ യമ്മി ചെമ്മീൻ റോസ്റ്റും ഇവിടെ റെഡിയാണ്. ഇവിടെ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. വാവ്, ഫിഷും ഇവിടെ 2 സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മാത്രം മതി. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇതാ ഇവിടെ നല്ല ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. പിന്നെ കൂടെ ഇതാ എന്തായിരുന്നു ഇതിൻ്റെ പേര്, ആയിരം പല്ലി ഫിഷ് ഫ്രൈ, പിന്നെ നമ്മുടെ ഫിഷ് മാംഗോ കറിയും. ആദ്യം തന്നെ എൻ്റെ കണ്ണിൽ പെടുന്നത് ഈ ഒരു ഫിഷ് ഫ്രൈ ആണ്. 1000 പല്ലി ഫിഷ് ഫ്രൈ. ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു മീനാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. ഉണ്ടോ? അയ്യോ, ഒരു രക്ഷയില്ല. നമ്മുടെ വലിയ മാന്തേൻ്റെ ആ ഒരു ടേസ്റ്റാണ്, പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. അടിപൊളി,
മസാലയൊക്കെ നമ്മൾ കുറച്ച് നേരം വെച്ചുകൊണ്ട് നല്ലോണം ഉള്ളിൽ പിടിച്ച് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ഫിഷ് കേട്ടോ. ട്രൈ ചെയ്യാൻ പോകുന്ന പ്രോൺസ് ആട്ടോ. പ്രോൺസ് ആസ് യൂഷ്വൽ. എനിക്ക് എൻ്റെ ചെമ്മീൻ റോസ്റ്റ് എന്നും എനിക്കിഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്ന ചെമ്മീൻ റോസ്റ്റും അടിപൊളി, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ചോറ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ, വളരെ കുറച്ച് ചോറും. അപ്പോൾ ഈ ഒരു മീൻകറി, പിന്നെ മാംഗോ വേണമല്ലോ, മാംഗോ. അപ്പോൾ മാംഗോൻ്റെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്, കഴിച്ചു നോക്കാം. ആഹാ, അടിപൊളി, നല്ല ഫിഷ് കറിയാണ്. പിന്നെ മത്തി നല്ല ഫ്രഷ് മത്തി കേട്ടോ. അപ്പം അതിന് നല്ല ഒരു ഫ്ലേവർ ഉണ്ട്. ആ ഒരു ഫ്രഷ് മത്തി കഴിക്കുമ്പോഴുള്ള ഒരു ഫ്ലേവറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ കറി നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലും പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബായ്.